തിരുവനന്തപുരം പേരൂർക്കട അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് ഭാഗത്തു നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് നോക്കാച്ചാണി കേട്ടോ. നോക്കാച്ചാണി ജംഗ്ഷൻ പോകണ്ട, അതിന് മുന്നേ തന്നെ അതായത് നമ്മുടെ വഴയിൽ നിന്നൊക്കെ വന്ന് കയറുമ്പോൾ മുക്കോല ജംഗ്ഷൻ വരും. അവിടെ നിന്ന് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് വരും. പമ്പ് കഴിഞ്ഞ അവിടെ ഇടത്തോട്ട് കാണുന്ന വഴി ജോസഫ് ലൈനിനകത്ത് 300 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ടോട്ടലായിട്ട് 5.25 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച വീടാണ്. അങ്ങനെ ചെയ്തൊരു ബിൽഡറിൻ്റെ വീടല്ല, നമുക്ക് മകന് വേണ്ടിയിട്ട് വെച്ച വീടാണ്. അദ്ദേഹം വിദേശത്താണ്. അതുപോലെ തന്നെ മരുമോളും വന്നിട്ട് വിദേശത്ത് പോയത് കാരണം ഈ വീട്ടിലിപ്പം വന്ന് അവർ താമസിക്കത്തില്ല. വല്ലപ്പോഴും വന്ന് നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അടഞ്ഞു കിടക്കും. ആ ഒരു കാരണം കൊണ്ട് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളതാണ്. ഏകദേശം ഇതിനകത്ത് ഇപ്പോൾ ആരും താമസിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പുത്തൻ കണ്ടീഷനിൽ തന്നെയാണ് വീടുള്ളത്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നല്ലൊരു പ്രൈസിന് സ്വന്തമാക്കാം കേട്ടോ. നമുക്കിത് ഈ ഭാഗത്തായിട്ട് ഒരു 2 വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. ഈ മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിൽക്കാവുന്ന രീതിയിലൊരു മുറ്റമുണ്ട്. അവിടെ ഇതുപോലെ തെങ്ങും തൈയും മാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. മുൻവശത്തുള്ള വാതില് കട്ടള എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കന്തടിയിലാണ്. അതുപോലെ ഇതിനകത്തുള്ള മിക്കവാറുള്ള ഫർണിച്ചറെല്ലാം അവർ വാങ്ങിയിട്ടിട്ടുണ്ട്. ഈ സോഫയൊക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ടുള്ള സോഫയെല്ലാം അവരുടെ ഞാൻ പറഞ്ഞില്ലേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടിട്ടുള്ളതാണ്. നമുക്കിനി ഇതിനകത്ത് ഒരു കോട്ട് പെയിൻറ്റിങ് വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. അതെല്ലാം അവർ ചേർത്ത് തരുന്നുണ്ടാവും. ഇതാ ഇവിടെ ഇരിക്കുന്ന ഇത് കണ്ടോ, നിലവിളക്ക്, അമ്മ ഹെവി സാധനം കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ തന്നെ അതോടുകൂടി സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ഫർണിച്ചർ നോക്കി, നമ്മുടെ ഡൈനിങ് ടേബിൾ എല്ലാം ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ വാങ്ങേണ്ടി വരത്തില്ല. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ആ ഭാഗത്തായിട്ട് വാഷ് ഏരിയ വരും. ഇതാണ് നമ്മുടെ കിച്ചണിൽ വരുമ്പോഴത്തേക്കും മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പുൾ ഔട്ട് യൂണിറ്റ് എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് അടച്ചിട്ടെടുത്തിരിക്കുവാണേ. ആ രീതിയിലാണ് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. മേളിലേക്കും എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒരു വർക്ക് ഏരിയ പോലുള്ളൊരു സ്പേസും കൂടെ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ അടച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വർക്ക് ഏരിയ ആയിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ വീടിന് ടോട്ടലായിട്ട് 4 ബെഡ്റൂംസും പിന്നെ ഒരു ഹോം തിയേറ്ററിന് ഒരു റൂമാണ് വരുന്നത് കേട്ടോ. എല്ലാ റൂമുകളിലും ഈ കാണുന്ന സെയിം ഡിസൈനിൽ, അതായത് ഇതേ രീതിയിൽ തന്നെ ഒരു കബോർഡ് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു റൂമിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ, ബാക്കി റൂമുകളിൽ അവർ ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ജനലിൻ്റെ അടുത്ത് ഒരു ഇരിപ്പിടവും താഴെ സ്റ്റോറേജും ഇതുപോലെ ഒരു 3 പാളിയിലെ കബോർഡ് എല്ലാ റൂമുകളിലും ചെയ്തു തരുന്നുണ്ടാവും. എല്ലാ റൂംസും 4 റൂംസും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ്. നമുക്കതുപോലെ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് വരുന്നത് സെറ. ഇതിപ്പോൾ 2 ബെഡ്റൂമുകളിലെ ഡൈവേർട്ടർ യൂണിറ്റ് ഒക്കെ വരുന്നത് ഇതുപോലെ ജാഗ്വാർ പോലുള്ള ഫിറ്റിംഗ് ആണ്. കമോഡെല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേ കണക്ക് നമുക്ക് താഴത്തെ നിലയിൽ തന്നെ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട്. അതായത് താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മേളത്തെ നിലയിൽ 2 ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്റർ. ആ രീതിയിലാണ് വരുന്നത്. ഇതാണ് അടുത്തൊരു ബെഡ്റൂം. ഇതിനകത്ത് കബോർഡ് വർക്ക് ചെയ്ത് തരുന്നുണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സിമിലർ ഫിറ്റിങ്സ് ആണ്. അതുപോലെ എല്ലാ റൂമുകളിലും സീലിങ്ങിൽ നമുക്കിതുപോലെ വർക്കുകൾ ചെയ്ത് അതുപോലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഫാന് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുപോലെ നമ്മുടെ ഈ സ്റ്റേഴ്സ് നോക്കിയേ, സ്റ്റേഴ്സ് വന്നിട്ട് വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ റെയിലിംഗ് വന്നിട്ട് GA പൈപ്പിൽ GAയിൽ ഫ്രെയിം ചെയ്ത് തേക്കും തടിയിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ ചെറിയൊരു കോമൺ സ്പേസ് അല്ലാണ്ട് 3 റൂംസ് ആണ്. അതിൽ 2 എണ്ണം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. അല്ലാണ്ട് ഒരു ഹോം തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു റൂമും നമുക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ റൂമാണ്. മേളത്തെ നിലയിൽ സീലിങ്ങിലെല്ലാം തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോട്ട് പെയിന്റിംഗ് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അത് അവർ ചെയ്തു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ കബോർഡ് വർക്കുകളും ബെഡ്റൂമുകളിൽ ചെയ്തു തരുന്നുണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സും അതുപോലെ ആ ഡൈവേർട്ടർ യൂണിറ്റ് ഒക്കെ വരുന്നത് ജാഗ്വാർ ആണ് കേട്ടോ. അത് നമ്മൾ താഴെ കണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ടെറസിലേക്കുള്ള എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഹോം തിയേറ്ററിന് വേണ്ടി വെച്ചിട്ടുള്ള റൂമാണ് കേട്ടോ. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഈ കാണുന്ന പോലെ അടുത്തൊരു ബെഡ്റൂം വരും. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിൽ ഈ ഭാഗത്തൊരു കബോർഡ് വർക്ക് വരും. ഒരു സീറ്റിംഗ് അടക്കം വരുന്ന രീതിയിൽ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിങ്സ് ആണ്. സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്.
നമുക്കതുപോലെ മുൻവശത്ത് നല്ല വലിയൊരു ബാൽക്കണി സ്പേസിലേക്കും എൻട്രൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി ഏരിയയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വിസിബിലിറ്റി വരുന്നത്. ശരിക്കും ജോസഫ് ലൈൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് കാച്ചാണി ഏരിയയിൽ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ലൊക്കേഷനാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. കഷ്ടിച്ചൊരു 300 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നമുക്കിതുപോലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച വീടുകളെങ്കിലും അറിവിലുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എപ്പോഴും ഒരു ബിൽഡർ വെക്കുന്നതിനേക്കാളും മറ്റതിൽ കുറേ കൂടെ ആൾക്കാർ ശ്രദ്ധ ചെലുത്തി അവർ അത്രയും നീറ്റായിട്ട് സ്വന്തം വീട് വെക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളൊരു വീടാണ്. ഉദ്ദേശിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.